ഗൈസ്, നിങ്ങൾ ചോദിച്ച പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആണ്. കുറേ അധികം സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതും ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിട്ടുള്ള കുറച്ചധികം സാധനങ്ങൾ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്ന കുറച്ചധികം സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാനൊരു ഓർഗനൈസറാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ബ്രഷസ്, പിന്നെന്താ പെൻസില്, പെൻസ്, സ്കെച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനൊരു ഓർഗനൈസർ ഇല്ല എന്നുള്ളത് മിക്ക വീട്ടിലും കണ്ടുവരാറുള്ളൊരു പ്രശ്നമാണ്. അതിന് നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഇരിക്കുന്ന ക്യാനോ എന്തെങ്കിലും ഒന്ന് എടുത്തുനിന്ന് ജസ്റ്റ് കളറൊക്കെ മാറ്റി ഒന്ന് പുതുതാക്കി എടുക്കുന്നതല്ലേ അടിപൊളി. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മെമോ പാഡ്സ് ഉണ്ടാക്കാം. മെമോ പാഡ്സ് എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം സിമ്പിളാണ് അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് കൊടുക്കാം. അങ്ങനെ കുറച്ച് അടിപൊളിയാണ് മെമോ പാഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസിന് എല്ലാ വീഡിയോയിലും പറയും, ഒരിക്കലും എന്നെ ഡിസൈൻ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് മിനിമലായിട്ടോ എസ്തെറ്റിക് ആയിട്ടൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഓർത്തു ഇങ്ങനെ കുറച്ച് സിമ്പിളായിട്ട് കുറച്ച് ഡൂഡിൽസ് പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വരച്ച് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പാറ്റേൺസ് നിങ്ങൾക്ക് ചെയ്യാം. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. പിന്നെ ഇതിൻ്റെ വീഡിയോസൊക്കെ കുറേ യൂട്യൂബേഴ്സ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാത്തത്. ഞാൻ ഇവിടെ 2 മെമോ പാഡ്സാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഭയങ്കര സിമ്പിളായിട്ടും ഒന്ന് കുറച്ച് ഹൊറിബിളായിട്ടും. ഹൊറിബിളാന്ന് എനിക്ക് തോന്നി, കുറച്ച് കളേഴ്സ് കൂടുതൽ അല്ലേ അതിൽ. അപ്പോൾ വീഡിയോയിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ കളേഴ്സൊക്കെ കൊടുത്തത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ജസ്റ്റ് യെല്ലോയും ഓറഞ്ചും വെച്ച് ഒരു സണ്ണാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അതുപോലെ തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനൊരു സണ്ണാണ് ഉദ്ദേശിച്ചത്. സംഭവം മെമോ ബോർഡ് ഉണ്ടാക്കുന്നത് വളരെ 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 ഈസിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം ഈസി ആയിട്ടാണ് ഞാനത് ചെയ്തെടുത്തതെന്ന്. നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അത് പിന്നെ ഒട്ടിച്ച് കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചാൽ മതി, അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി എടുക്കാം. സ്കൂളിലൊക്കെ പോയി ഷൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്റ്റിക്കേഴ്സ്. അത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെയിറ്റ് ആണല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് ഇവിടെ വരയ്ക്കാം. ഞാൻ എപ്പോഴും പറയും ഇഷ്ടപ്പെട്ട പാറ്റേൺസ് എന്ന്. കാരണം അവരവർക്ക് അവരവരുടെ ഇഷ്ടം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനുസരിച്ച് പാറ്റേൺസ് വരയ്ക്കാം. ഞാൻ ഇവിടെ എനിക്ക് അറിയാവുന്ന പോലെ കുറച്ച് പാറ്റേൺസ് വരച്ചിട്ടുള്ളൂ. ഒത്തിരി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കാരണം വെറുതെ ഒത്തിരി ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചാണ്. പിന്നെ കൂടുതൽ സ്റ്റിക്കേഴ്സ് മേക്കിങ്ങിൻ്റെ വീഡിയോ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, നമ്മൾ ചെയ്യും. കുറച്ചധികം വെറൈറ്റി രീതിയിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ചെയ്യും. അപ്പം ആദ്യത്തെ വീഡിയോയിലെ കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തതാണ്. ഇതിൽ ലീവ്സ്, ഫ്ലവേഴ്സ്, പിന്നെ ആദ്യത്തെ ക്രാഫ്റ്റ് തന്നെ ബുൾസൈ, ഡോണട്ട്, ഐസ്ക്രീം, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ. അപ്പോൾ സ്റ്റിക്കർ മേക്കിങ്ങിൻ്റെ പരിപാടി പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. കുറച്ച് വീതി വിട്ടുകൂടിയ സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കറക്റ്റ് ഷേപ്പിലൊന്നും കട്ട് ചെയ്യണമെന്നില്ല, കാരണം സെല്ലോ ടേപ്പ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുത്താലും അത് അറിയില്ല. കണ്ടോ, ഞാൻ അങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, കറക്റ്റ് ഷേപ്പിലൊന്നും അല്ല. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചിലർക്ക് മനസ്സിലാവുമായിരിക്കും, എനിക്ക് പെട്ടെന്ന് വീഡിയോ നോക്കിയിട്ട് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നെയിം സ്ലിപ്പാണ്. നെയിം സ്ലിപ്പ് എന്ന് പറയുമ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ലേ. എനിക്ക് എപ്പോഴും വെറൈറ്റി നെയിം സ്ലിപ്പ് കൊണ്ടുപോകുന്നത് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ നെയിം സ്ലിപ്പൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നെയിം സ്ലിപ്പൊന്നും ഇപ്പോൾ ഒട്ടിച്ചുകൊണ്ട് പോകാറില്ല. പിന്നെ എനിക്കൊരു ബ്രദർ ഉണ്ട്, അപ്പം അവനിങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ ഇത്ര ക്യൂട്ട്നെസ് ഒന്നും അവന് വലിയ താല്പര്യമില്ല. അവനിങ്ങനെ കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അപ്പം ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി വെക്കുന്നതാണ്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത് ഗിവ് അവേ വേണോന്ന്. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഗിവ് അവേ ചെയ്യും. അപ്പം ഇത് കുറച്ച് എസ്തെറ്റിക് ആൻഡ് ക്യൂട്ട് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ചാനലിൻ്റെ തീമിനെ ബേസ് ചെയ്തായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തൊരു നെയിം സ്ലിപ്പാണ്. ഞാൻ ടുലിപ്സാണ് വരച്ചത്. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ചിലപ്പോൾ ഹേർട്സ് പോലൊക്കെ തോന്നുക, എനിക്ക് വീഡിയോയിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ ഹേർട്സ് പോലൊക്കെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു ലീഫൊക്കെ എക്സ്ട്രാ വരച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. പക്ഷേ സംഭവം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു നെയിം സ്ലിപ്പാണിത്. നേരിട്ട് കാണാൻ നല്ല രസമാണ് ആ നെയിം സ്ലിപ്പ്. കണ്ടോ, ഇപ്പം തന്നെ നല്ല രസമില്ല ഇത് കാണാനായിട്ട്. അപ്പോൾ ബുക്കിലൊക്കെ ഒട്ടിക്കുമ്പോൾ ഒരു സെല്ലോ ടേപ്പ് എടുത്ത് മേളിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം സെല്ലോ ടേപ്പ് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കർ പോലെ കാണിച്ചു തരാഞ്ഞത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ബുക്ക് മാർക്കാണ്. നേരത്തെ തന്നെ 2 ബുക്ക് മാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് പോലെ. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇതും ഒരു സിമ്പിൾ ആൻഡ് മിനിമൽ ബുക്ക് മാർക്കാണ്.
വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു കാർഡ് പേപ്പർ എടുക്കുക. കാർഡ് പേപ്പർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പർ, എല്ലാ വീഡിയോയിലും ഞാൻ പറയല്ലേ, കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക. അതിലേക്ക് ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സോ ഇഷ്ടപ്പെട്ട പാറ്റേൺ വരയ്ക്കാം. അത് പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട പാറ്റേൺസ് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മേലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് റിബണോ എന്തെങ്കിലും ത്രെഡ് എന്തെങ്കിലും കൊണ്ട് അറ്റാച്ച് ചെയ്യാം. എനിക്കാണ് ഈ വയലറ്റ് റിബൺ ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കതിലും വയലറ്റ് റിബണാണ് കൊടുക്കുന്നത്. അപ്പം ആ റിബണും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ ലുക്ക് കംപ്ലീറ്റ് ആവും. ഈ കാർഡ് പേപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് കാർഡ്ബോർഡ് അല്ല, അത്യാവശ്യം കട്ടിയുള്ള പേപ്പർ. അത് ചാർട്ട് പേപ്പറും അല്ല, അതിനേക്കാളും കുറച്ചും കൂടി കട്ടി വേണം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെഡ്ഡിങ് കാർഡ്സ് ഒക്കെ കിട്ടില്ലേ, അതിന്റെ കാർഡാണേലും മതി. അതിന്റെ ബാക്ക് സൈഡും കൂടി നിങ്ങൾ കവർ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷെ മടിയുള്ളവർ അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഗനൈസറിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഈസ്തറ്റിക് ആയിട്ടില്ലേ. ഇത് നമ്മുടെ നോട്ട് പാഡ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പോക്കറ്റിൽ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. പിന്നെ ഇത് സ്റ്റിക്കേഴ്സ് ആണ്, കൂടുതൽ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ ഇത് നെയിം സ്ലിപ്പ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരേണ്ടതായിരിക്കും, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. പക്ഷേ ഈ ബുക്ക് മാർക്ക് ഈ ബുക്കിൽ വെച്ച് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.